ദാവീദ് രാജാവിന്റെ പുത്രനായിരുന്നു സോളമൻ. അദ്ദേഹം സിംഹാസനത്തിൽ കയറിയപ്പോൾ ദൈവത്തോട് ചോദിച്ചത് രാജ്യഭരണം നടത്താൻ വേണ്ട സമ്പത്തോ ദീർഘായുസോ ആയിരുന്നില്ല. എന്റെ ജനത്തെ ഭരിക്കാൻ എനിക്ക് ജ്ഞാനം മാത്രം നൽകിയാൽ മതി എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. സോളമന്റെ പ്രാർത്ഥന കേട്ട ദൈവം അദ്ദേഹത്തിന് ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിയ ജ്ഞാനം നൽകി. അദ്ദേഹത്തിന്റെ നീതിക്ക് ഒരു ഉദാഹരണമാണ് 2 സ്ത്രീകൾ ഒരു കുഞ്ഞിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ കുഞ്ഞിനെ 2ആയി പകുക്കാൻ കൽപ്പിച്ച സംഭവം. യഥാർത്ഥ അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം നീതി നടപ്പിലാക്കി. സോളമന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ നേട്ടം യെരുശലേമിൽ ദൈവത്തിനായി ഒരു മഹാക്ഷേത്രം പണിതുയർത്തി എന്നതാണ്. അദ്ദേഹത്തിന്റെ രാജ്യമങ്ങ് സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു. ശേബാരാജ്ഞി പോലും അദ്ദേഹത്തിന്റെ ജ്ഞാനം കേട്ട് അത്ഭുതം കൊണ്ടു. ജ്ഞാനം ചോദിച്ചു വാങ്ങിയ സോളമൻ അതിലൂടെ സമ്പത്തും മഹത്വവും കൂടെ നേടി. ഇസ്രായേൽ അതിന്റെ സുവർണകാലം കണ്ടത് സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു.